ജോക്കി അതല്ല ജോക്കി ഒരു കാര്യം പറഞ്ഞേ അലീനങ്ങ അല്ലേ ജോക്കി നീ ജോക്കി ഒരു കാര്യം പറഞ്ഞ അലീനക്ക് പച്ചമാങ്ങ കഴിക്കണമെന്ന് ഒരാഗ്രഹം. അല്ലല്ല ഛർദിച്ചു ജോക്കി ഛർദിച്ചു അലീന ഛർദിച്ചു കഴിഞ്ഞപ്പോ തന്നെ ചോദിക്കുക പച്ചമാങ്ങ തരുമോന്ന് ജോക്കി. ജോണി ഇതൊക്കെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെയാണ്. ജോക്കി അത് കേട്ട് അന്ന് വിട്ട് പോയാടേ ഷർട്ട് എല്ലാം പോകും. അല്ലെ അത് വിചാരിക്കുന്ന സാധനം വരത്തില്ല ഇതാ ഇങ്ങനെ അത് കളഞ്ഞു എടാ ജോക്കി അത് കേട്ടത് ജോക്കി എന്ത് പേടിച്ച് അല്ലെ അവള് ഛർദിച്ചതിന് ജോക്കി എന്തിനാ പേടിച്ചിരിക്കുന്നത്? അലീനെ ജോക്കി സൂപ്പർ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തെ കറണ്ട്. അല്ല അലീനെ നീ ഛർദിച്ചത് ഇപ്പൊ നമ്മളെ തൂറ്റുപോയോ? അല്ല അന്നു ഇതൊക്കെ അറിയണ്ടേ? ചന്ദ്രൻ പോലും അറിഞ്ഞില്ല. ഞാൻ അണ്ണുവിൽ അറിയിക്കട്ട് അലീന ഈ സമയത്ത് പറയാൻ അറിയത്തില്ല. കൺഗ്രാറ്റുലേഷൻസ്. അല്ല ബാക്കി പറഞ്ഞു എന്തൊക്കെയോ കൊതിയായെന്നോ പുളി കഴിക്കണോ ഇല്ല വെറുതെ ഇരിക്കുമ്പോ അത് ഛർദിച്ചു. അതൊക്കെ വരും. പ്രഗ്നന്റ് ആയിട്ടാ? അല്ല ഈ പച്ചമാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളതൊരു വേറൊരു വാക്കാണല്ലോ. അതെ അല്ലേ മാറ്റേ? അതെ അല്ലെ അലീനെ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ പറിച്ചല്ലേ അജോണി മാവ് കയറിയ വലിഞ്ഞേറി വേണം കേറാലോ. അലീനക്ക് വേണ്ടി വേണം കേറാലോ. മാങ്ങ വലിഞ്ഞു കയറാം. വേണോ കേറണോ ഇപ്പൊ പറ. വേണ്ട എന്ത് പാട്ട്? കേക്കട്ടെ ഇല്ല കേക്കല. എന്തെന്താ? അയ്യോ പെട്ടെന്ന് ആരും കണ്ടില്ല പെട്ടെന്ന് കണ്ണട എല്ലാരും കണ്ണടക്കി ഇത്ര പെട്ടെന്ന് വളർന്നു. ഇതെന്തൊരു തെലുങ്ക് സിനിമ? ഇതെന്താ തെലുങ്ക് സിനിമ? ഒറ്റ സെക്കൻഡ് വളർന്നു വരെ. ഇവൻ ഇത്രയും പ്രായം ഉണ്ടെങ്കിൽ നിനക്കപ്പോ എന്ത് പ്രായം കാണും? നോക്ക് നീ ഒരു കളട്ട് അങ്കിളിനെയാണ് ഭ്രമിച്ചോണ്ടിരുന്നത് എത്ര നേരം. ചിന്നുമോളെല്ലാം മാറിയിട്ട് നീ കളട്ട് ആന്റിയായിട്ട് വരുമെന്തോ. ഇതൊക്കെ ഫുള്ള് മേക്കപ്പ് ആണ്, മറ്റേ ചൈനീസ് മേക്കപ്പ്. നല്ല മഴ പെയ്താ തീരാവുന്നേ ഉള്ളു. അതാണ് മഴ പെയ്യുമ്പോ പിന്നെ ഇറങ്ങത്തില്ല, വീട്ടിനകത്താ. അല്ല ഇപ്പൊ ടെക്നോളജി ഒക്കെ മാറി ജോണി പാപ്പ. വാട്ടർ പ്രൂഫ് ഒക്കെ ഉണ്ട്. കുഞ്ഞമ്മയുടെ കാലിൽ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അച്ചിളി പോകും നേരം മഞ്ഞളിത്തുണ്ടൊരു കൂടൊരുക്കാൻ വാ. കാണിലുള്ള പുള്ളാരിക്കാറ്റ് കന്നിമാല അയ്യോ സാധനം മാറിപ്പോയി. സൂപ്പർ സൂപ്പർ. അതല്ല ജോണി പാപ്പ പറഞ്ഞിട്ടില്ലേ കുഞ്ഞമ്മയുടെ കാലി കിടക്കാന്ന്? അത് കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് ഊരി എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. കുഞ്ഞമ്മയുടെ കാലില് കിടക്കാൻ പറിച്ച് നടക്കാം. അങ്ങനെ തന്നെ പാടി ധാരാളം. എനിക്ക് ജൂപ്പിറ്റർ മഴയാണ് ഇഷ്ടം, അത് കേൾക്കണം. ജൂപ്പിറ്റർ മഴ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ധൈര്യം ഉണ്ടെങ്കിൽ എലി ഉള്ളപ്പോ വാ.
അഞ്ച് ഞാൻ തരുള്ളത് അതുമായിട്ട് എന്തിനു ബന്ധം? എനിക്കെന്തിനു ധൈര്യം വേണം അവളെ അടുത്ത് തരാൻ? കറണ്ട് പോയ ആടി ഇവിടെ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാരും കറണ്ട് പോവാണല്ലേ. അലീനെ എനിക്കൊരു സഹായം ചെയ്താ. അലീനെ ആ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാ. ദോശ തിന്നാനാ? എനിക്ക് ദോശ കഴിക്കാൻ തോന്നുന്നു, ദോശ തിന്നാൻ പോകുന്നു. എനിക്കൊന്നും പറയില്ല അലീനെ. മാർക്കേ എന്താ വാച്ചിട്ടിന് ദോശ വേണോ? എനിക്കെന്തിനാ നാണം വരുന്നത്? നീ അല്ലേ കറുപ്പടി. എനിക്ക് നാണം വരുന്നത്. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഒരു ഗർഭിണിയുടെ കൂടെ ഇരിക്കട്ടെ. അതാ ഞാനത്. അല്ല ഒരു മിനിറ്റ്. 619 619 619 619 കേൾക്കുന്നില്ല കേട്ടോ. അവന് മനസ്സിലായില്ല തോന്നുന്നു. ഞാൻ റേഡിയോയിൽ പറഞ്ഞതാ. ആ എലീര മോളെ. എലീര മോളെ അതെന്തിരി എവിടെ? ഹലോ കുട്ടി അലീനെ. ഇത് അല്ലല്ല എലീനെ മിസ് ചെയ്യുന്നോണ്ടാണ് ആ കാറിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സാധനം എടുത്ത് വെച്ചേക്കുന്നത്. എലീന്റെ ഫോട്ടോ. അകത്ത് മറ്റേ FPP ഇട്ടോക്ക് അകത്ത്. ഈ ഭാഷ എവിടുന്ന് പഠിച്ചത്? ഇവൻ പറയണ ഭാഷ തമിഴ്നാട്ടിൽ. ഇത് തമിഴൊന്നല്ല, ഇത് വേറെ ഏതാ പൊള്ളാച്ചി. റേഡിയോ കാണുന്നില്ലെന്നാ. തമിഴ് തല്ലടാ, മറ്റേ തമിഴ്. ആ തമിഴില് സംസാരിക്കേ. ലോക്കല് നമ്മളൊന്ന് ദോശ കഴിച്ചിട്ട് നിങ്ങളൊന്ന് സമാധാനാവോ? 916 എന്തിനാണ് നീ കടയിൽ പോയിട്ട് മറ്റേ ജുവല്ലറി കടയിൽ പോയി വാങ്ങുക? അല്ലേ ഞാൻ ഒരു ദോശ കഴിക്കാൻ പോവുക. പറ്റുമോ? കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? ആ ജോക്കി ഞാൻ എടാ ബാല നിന്നെ ഞാൻ ഇത്ര നേരം വിളിച്ചോണ്ടിരുന്നപ്പോ നീ മൈൻഡ് ചെയ്താ? നീ അത് മനസ്സിലായി തുടങ്ങി എനിക്ക്. ആ ശരി ഞാൻ കേട്ടെ. ഞാൻ ഇവിടെ 619 കിടന്ന് വിളിയായിരുന്നു. ജോക്കി ഞാൻ ഇവിടെ ദോശ കഴിക്കാൻ വേണ്ടി വന്നു. അതെ ഞാൻ ദോശ കഴിക്കാൻ വേണ്ടി. എന്ത് മോളെ? എനിക്ക് കൊച്ചുങ്ങളെ ഭാഷ അറിയത്തില്ല. പാർട്ട് ടൈം അപ്പ് ഇതാണല്ലേ പരിപാടി. നീ 1-1-10-1 നിനക്കൊരു പോയിന്റ്. 10 എനിക്ക് 10 കൂടി പോയി 4 മക്കളെ പേരെന്താ? ഒരു മിനിറ്റ് ജോക്കി, ഞാൻ ഇവിടെ ഒരു കൊച്ചിന്റെ അടുത്ത് കിന്നരിച്ചോണ്ടിരിക്കുക. ദോശ ഉണ്ടാക്കുന്ന ഇവിടെ അലീന എനിക്ക് വേണ്ടി ദോശ ഉണ്ടാക്കുന്ന. അവൾക്ക് പ്രസവ വേദന. 9075 ഗസ്റ്റ് ഉണ്ട് വരുമ്പോ അറിഞ്ഞാൽ മതി. അപ്പൊ 2 ദോശ എക്സ്ട്രാ ഉണ്ടാക്കണേ. അത് ചവയ്ക്കാൻ പല്ലില്ല, അപ്പം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണേ. എനിക്കില്ല, എന്റെ കാര്യമല്ല ഗസ്റ്റിന്റെ കാര്യം. അല്ലല്ല എനിക്ക് ചവച്ച് ആക്കാൻ പറ്റും.
ആ വെച്ചിട്ടില്ല ഒരെണ്ണം സൂര്യ ഒരെണ്ണം ആ. സോഫ്റ്റ് നീ ഒന്ന് വാഷിംഗ് മെഷീനിന്റെ അങ്ങോട്ട് വന്നാണ് ഞാൻ ഒന്ന് വെള്ളം തുറച്ചട്ടെ. രണ്ടായേ എണ്ണോ രണ്ടായേ എടാ ഇത് ബെന്നിയാണോ അല്ലേ? അലിന് ഇത് ബെന്നിയല്ലേ? മക്കളെ ചൂടാക്കി കൊടുക്കണം. ആര് എന്നെയാ? കൊച്ചാ ഇപ്പൊ തന്നെ എനിക്കൊരിതില്ല. പച്ച തലയുള്ളേ കൊച്ചാ? പെങ്കൊച്ചാ? എവിടെ എവിടാ? വിടല്ലേ വിടല്ലേ. അലീന പാഴ്സല് എന്താ? പൈപ്പ് ഓണിങ് പൈപ്പ് വാ നിറച്ചിക്ക. അത് കഴിവ് എനിക്ക് കഴിയാൻ വേണ്ട. അതിൻ്റെ അകത്ത് അതെന്തൊരു മസാല, മഞ്ഞ മസാല. അയ്യ അത് തെറിച്ചു വീണതാ. അയ്യേ താഴെ വല്ലതും നോക്കട്ടെ കൊച്ചങ്ങാനും വേണമെന്ന്. എനിക്കവിടെ പോടാറൊക്കെ നീ എടുത്ത് കഴിച്ചോ. അതെ ഒരാളിപ്പോ ഗസ്റ്റ് വരും, അപ്പൊ അങ്ങേർക്ക് കൊടുക്കാം. എന്റെ അലീനെ ഒന്ന് കഴിവ്. അലീനെ വാഷ് വൈസ് എന്തൊരു നാറ്റം. ആണോ ഒരു അലീനെ ഒരു വണ്ടി ഉണ്ടോ? അങ്ങ് എടുത്തിട്ട് വരാം. ഗസ്റ്റിനെ കൊണ്ടുവരാവേ. ഗസ്റ്റിനെ എടാ എനിക്ക് ഒരു വണ്ടി ഇല്ലാതായിപ്പോടാ. നിക്കേ ഹലോ സാർ, നമ്മൾ ടേബിള് ഇതാക്കാൻ വേണ്ടി വിളിക്കുവാണേ. റിസർവ് ചെയ്യാൻ 6 പേർക്ക് ഒരു ടേബിള്. 6 പേർക്ക് ടേബിള്. സ്പെഷ്യൽ ഫ്ലേവർ ഇട്ട 5 ദോശ, മസാല ദോശ. ഒരാൾക്ക് മാത്രം നോർമൽ മസാല. പിന്നെ ഒരു ഓംലെറ്റ്. ഒന്നും കൂടെ ആ നമ്പർ ഒന്ന് പറയാമോ? സിപ്പ് കോഡ് 9077. എന്തിനു പോയെന്ന്? കാഴ്ച പോയെന്ന്. പോടാ പോ മാമാ. പോ പാപ്പാ. പോ പാപ്പാ. സൗണ്ട് മാത്രം കേൾക്കുന്നു. ഹലോ ഇവിടെ ബാക്ക് യൂട്ടേ ഇല്ല വാല് കണ്ടൂടാ. കാഴ്ച നഷ്ടപ്പെട്ടു. കാണാൻ വയ്യ. കുട്ടിയുടെ പേരെന്താ? ഇത് ബാലുടെ വന്നാണോ കുട്ടി? ബാലുടെ വന്നാണോ കുട്ടി? ഇത് ഇവിടെ ഒരു വാറ്റിന്റെ നാറ്റം. വാറ്റുന്നുണ്ടോ? എന്നെ പിടിച്ചോണ്ടോ? ചിരിച്ചോണ്ടോളാം. അതെന്നെ കറക്റ്റ് അറിയാം. അവനെ നിർത്തി. നിർത്തി അഭിനയം തീരായിരുന്നു. അവര് ഈ ഹോസ്പിറ്റലിൽ കുറെ നേഴ്സുമാരുണ്ട്. അവരാണെങ്കിൽ നല്ല രീതിക്ക് ശുശ്രൂഷിക്കും. സ്നേഹമൊക്കെ കിട്ടിയിട്ട് കുറെ നാളായ. ഇത് വേറെ. ഇതെന്താ ഇത്? ഇതെന്താ ഇത്? നീ എന്താ കൊടുത്ത? എനിക്കറിയത്തില്ല. വയ്യെന്ന് പറഞ്ഞു വേഗം. ഞാൻ പറഞ്ഞ ജോക്കി നമ്മളിവിടെ ഉണ്ട്. ജോക്കി വന്നാണ് പെട്ടെന്ന് വന്നേ.
നമുക്കൊന്ന് ദോശ കഴിക്കുമ്പോ എവിടെ നിന്ന് പറ എടാ വാടാ ഏബിലെ നീക്കാ വാ നമ്മളിവിടെ നീ എവിടെന്ന് പറ നമ്മളെ വന്ന് പിക്ക് ചെയ്യാം ബൈക്കാരൻ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ട് പോകുന്നു പിന്നെ ചോദിക്കണ തല്ലുമല്ലോ അവന്മാരെ എപ്പോഴേ നിങ്ങൾ എവിടെയാണോ നിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാടാ ഞങ്ങൾ മുതുക്ക് റിപ്പയർ 7000 അടിയായോ തട്ടിക്കൊണ്ട് പോന്നാ ഞാൻ ലൊക്കേഷൻ അയക്കാം ലൈവ് ലൊക്കേഷൻ ഇവനെ അടിച്ച കൊല്ലാവോ 5000 നീ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ച നിന്നല്ല ഞാൻ പോയ HMD വിളിച്ചത് ആ ഗ്യാങ് കൊണ്ട് ആരും എടുത്തോണ്ട് പോയത് നമ്മളെ വണ്ടി എന്നെ തട്ടിക്കൊണ്ട് പോകണടാ ഒരു ബൈക്കാരൻ നീ അവന് സംസാരിച്ചോണ്ടിരിക്കല്ലേ പക്ഷെ അത് ആരാന്ന് എനിക്കറിയില്ല ഞാൻ HMD വരെ ആക്കുമെന്ന് വെച്ചതാ ഇവ നിർത്തുന്നില്ലടാ ഇവനെ കൊണ്ടുപോകണം വളമെടുത്ത് 5016 മല കയറി 5016 15ന്റെയും 5016ന്റെയും മലയുടെ നടുക്കൊണ്ടാ ഞാൻ ജോക്കാണ് എത്തി നമ്മള് ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ടിജിയുടെ ഗാങ് ഹൗസിന്റെ ബാക്കി മാർക്ക് ചെയ്തോണ്ടിരിക്കാം മാർക്ക് പിങ്ങിയാവോ മാപ്പ് നോളജ് ഇല്ലാത്ത മൊണ്ണേ വള്ളി എടുക്കുന്ന പ്രശ്നം പറഞ്ഞ നീ ഇങ്ങനെ കേറിയില്ലേ ഞാൻ ഓടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോവാത്ത ഇപ്പൊ എടുത്ത് റാംബോ എന്നെ തട്ടിക്കൊണ്ട് പോകണടാ റാംബോയാ ഒരു പാടിങ് റാംബോ അല്ലേ ഇത് മോനെ അല്ലല്ല ജോക്കിനെ ആരാ പൊക്കിക്കോട്ട് എന്റെ പിറകെ ഓടും നമ്മള് ഒന്നോട്ട് മാർക്കട്ടെ ഞാൻ അടുത്തെത്തി ൊന്നും പോവല്ലടാ ഫ്രണ്ട്ലി ആടാണ്ട് വന്നല്ലോ പിള്ളേര് വരുന്ന വരക്കം കണ്ടോ റാംബോ എവിടെ ലൊക്കേഷൻ അക്കൂടെ പറഞ്ഞ ഇതാറിത് റാംബോ മനസ്സിലായോ ആരെന്ന് റാംബോ ഫ്രണ്ട്ലി ആയിരുന്നു റാംബോ എന്നാ ഉണ്ട് റാംബോ വിശേഷം സുഖം പിന്നെ പിള്ളേരൊക്കെ പുതിയതായിട്ട് എന്തോ തുടങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് ജോലി എന്താ രാമന്റെ പ്രശ്നം ഫ്രണ്ട്ലി ആയിട്ട് ആ കൊറേ നേരമായി ചോദിക്കണം വിളിക്കുന്നത് ഞാൻ ഈ മുടിയൊക്കെ നിങ്ങളുടെ കൂട്ടുകാരനെന്ന് പറയുന്നു റാംബോ ഞാൻ ഒരു 10 തവണ വിളിച്ചു അവൻ മൈൻഡ് ചെയ്തില്ല ഞാൻ വിളിച്ച ഒറ്റ വിളിയിൽ അവൻ മൈൻഡ് ചെയ്തായിരുന്നു അപ്പൊ മനഃപൂർവ്വമാണല്ലേ നമ്മളൊന്നും ഇല്ലാത്തോണ്ടാണ് അവരുടെയൊക്കെ വണ്ടിയെ കയറി പോകുന്നത് എന്തിരി കയറി പോണെന്ന് അവരുടെയൊക്കെ വണ്ടിയെ കയറി അയ്യോ സ്റ്റക്കായിരുന്നട്ടാ വായും പൊളിച്ചിരിക്കുന്നത് റിഫ്രഷ് അടിച്ച് വായ ഇങ്ങനെ പൊളിച്ചിരിക്കുക അത് എന്റെ പ്രശ്നമാണോ ആ ഇപ്പൊ ഈ ഒന്നൊരു കാര്യം ചെയ്യട്ടെ എന്താ വായും വിളിച്ചാണ് ഇരിക്കുന്നതെന്ന് അല്ല ഇത് ജോണി മാമന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ബാറ്റിക്കോൺ ഗോക്കു പുതിയ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും കഴിച്ചില്ല താങ്ക് യു സോ മച്ച് ഇത് കഴിച്ചില്ലാന്ന് 2 കുട്ടി
നോമ്പ്. ആ ഇല്ല അയ്യോ കഴിച്ചില്ല അയ്യോ വിശക്കണം കുട്ടിയുടെ എന്താ ഗാങ് ഹൗസിൽ നിന്ന് കിട്ടുന്നില്ലേ? ഐറ എന്തൊരു ആയിരം ഐറ ആ ഐരപ്പാ എടാ പൂണ്ടി എടാ ഹുഡി ഇട്ടെന്ന് പറഞ്ഞ് പൂണ്ടിരാജ ആവാതിരിക്കുവാടാ. സത്യം ആ ചോളെങ്കിലും അറ്റ്ലീസ്റ്റ് മാറ്റണം. ചത്തില്ലിങ്ങേ എന്തൊക്കെയുണ്ട് ഐറ വിശേഷം? എന്തിരുന്നു nothing ഐറ much. meet this guy പൂണ്ടി പൂണ്ടിരാജ പൂണ്ടിരാജ ഐര AKA വെളുത്തുള്ളി ഉണപ്പിക്കൽ. വെളുത്തുള്ളി കാട്ടുള്ളി. Do you know കാട്ടുള്ളി? Forest ഉള്ളി. ഗാർലിക് ഫോറസ്റ്റ് ഗാർലിക്. Yeah, forest garlic. garlic oh Yeah, that is forest. Yeah. പിന്നെ കാട് ഫോറസ്റ്റ് ഗാർലിക് അല്ല ഉള്ളി ഗാർലിക് ഫോറസ്റ്റ് ഗാർലിക്. oh ഡാർലിംഗ് പൂണ്ടിരാജയുടെ മറ്റേ ടൗല് ഉണ്ടോ ടൗല് ടൗലിന്റെ അടുത്ത് ഇട്ട് തരും എന്നിട്ട് അത് നമ്മള് ഞാൻ കഴിക്കണം. ഞാൻ സംസാരിച്ചോ സീരിയസ് വരെ വഹിച്ചു പോകത്തില്ലേ? ഞാൻ സംസാരിച്ചോ വൈറ്റ് ഗാർലിക് Johnny Mom. വൈറ്റ് ഗാർലിക്. I get it പിന്നെ now I understand ഐറ പിന്നെ താരന്റെ ഐറ താരന മുടിയിലോക്ക് താരനുണ്ട്. ഐറ ചീപ്പ് കോമഡിയൻ. ചിരിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലേ? അയ്യേ മാറ്റേ ഏറി പോയല്ലോടോ തമാശ. നീ അടുത്തുണ്ടോ അളിയാ? ഉണ്ടോ? ഐര മീറ്റ് മിസ്റ്റർ വാറ്റിഗോക്കു. ദിസ് ഈസ് ബി. യെസ് മീറ്റ് മിസ്റ്റർ വാച്ച് പോകുന്ന സ്റ്റുപ്പിഡ് ഗൈ. ഐറ ഇതൊക്കെ നമ്മൾ ഡെയിലി കേട്ടിച്ചിരിക്കുന്നതല്ലേ? ഐറ നമ്മള് ഡെയിലി ഐര ദിസ് ഈസ് Anu 80 years old. Tomorrow night. what Yes, what yes. I'm sorry This is Anu 80 years old. Tomorrow എന്നെ dead. അറിയാം. 8 years so Yeah. oh joking no you're 8 years old you're so very Yeah. young I guess he's old I guess he's like 80 years that's the reason he's saying Annu is just 8 years you are very young Anna ഒന്നുമില്ല. ഗോഗു ആ ഇത് പൈസ കൊടുത്ത് എടുപ്പിച്ചാണല്ലോ ഇത്. പൈസ കൊടുത്തു ലോങ് ടൈം കമ്പനി ബ്രോ. ലോങ് ടൈം കമ്പനിയോ? ലോങ് ടൈം ഞാൻ invest ചെയ്യട്ടാ. എന്റെ പൊന്ന് ജോണി ഇവിടെ നിക്കണ്ടായിരുന്നോ? ഗോഗു ഇവിടെ കിടന്ന് ഒരുങ്ങുമല്ലായിരുന്നോ? ഒരു ഞാൻ എന്താ ഒരു ക്യാൻഡിലോ ഐറ അതെങ്ങനെ മനസ്സിലായോ? ഞാൻ മെഴുകുന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. ആ കോഡ് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് പറഞ്ഞത്. എന്താ ആരാ വിളിച്ചേ? ആരാ വിളിച്ചേ? എന്റെ ഭൂമി എന്ത് അതിന്റെ താഴെ കണ്ടുവിടണ പൊട്ട. ഞാൻ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കണം ഭ്രാന്തനായ. യുണൈറ്റഡ് കോടമ്പത്തോ ഈസ് ബാക്ക്. തണുപ്പുണ്ടോ? ഇനി ബാല Yes. നീ carry on. എന്താണ്? എന്ത് കാര്യം? അല്ല ഓ മറ്റേ ഹോസ്പിറ്റൽ കേസാണോ? യെസ് ഓഫ് കോഴ്സ്. മറന്നു ആ കേസ്. ഹോസ്പിറ്റൽ കേസ് ജോക്കർ എനിക്ക് നേരത്തെ കണ്ണിന് കാഴ്ചക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ പിന്നെ ഐറ എന്തോ ഒരു മരുന്ന് തന്നപ്പോഴത്തേക്ക് ഏകദേശം അത് ശരിയായി. അയ്യോ ദോശ ഫോറസ്റ്റ് ഗാർലിക് നീ എന്ത് അത് പുതിയ ബിസിനസ്സാ. ഹലോ മിസ്റ്റർ is it ready? Could you tell me the zip code? റെഡി ആയോന്ന്? ദോശ 9077. സംസാരിക്കുന്ന ഇംഗ്ലീഷ് ബ്രോതർ അല്ല 9077 പെട്ടെന്ന് എല്ലാരും. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജോക്കി. ഒരു പെണ്ണിന്റെ അടുത്ത് ജോണി അല്ല 10 തവണ ഇവിടെ കറണ്ട് പോയി. ഞാൻ 10 തവണ ലൈവ് ഇട്ടു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ അവസ്ഥ ജോണി അല്ല ജോക്കി. ഒരു പെണ്ണിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യില്ല. എങ്ങനെ എന്തിനായിട്ട് ഊക്കണേ? ട്രൈ ചെയ്താണോ ഇത്? നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഐറനെ വളയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അല്ല അങ്ങനെ വളയ്ക്കാനല്ല, ഒരു പെണ്ണുങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കാൻ. നീ ഒന്ന് സംസാരിച്ചു. അല്ല നമുക്കിപ്പോ ദോശ അടിക്കാൻ പോവാം. നമുക്ക് ദോശ അടിക്കാൻ പോവാം. പോകൂ. എനിക്ക് എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഇംപ്രസ് ആവും ഉറപ്പാ.
ఏమండి కప్పలండి చెప్పండి മാമ ആണ്ടി കുഴപ്പമില്ല മലയാളം സംസാരിക്കാം ബാ കേറ അത് നടക്കില്ല ബാ ദോശ കഴിക്കാം അതിന് വാറ്റാണ് തെലുങ്കൊക്കെ അറിയാം. വാ പോവാം വാ. ഓ ദോശ കഴിക്കാം ദോശ കഴിക്കാം ദോശ കഴിക്കാം ടയറെ ഒന്ന് ക്യാരി ചെയ്യോ പോലെ. ഏത് നമ്പറാ പറഞ്ഞ 907 അയ്യോ സോറി മാറി ജോണി പപ്പ 9077 പറ്റുന്നില്ലേ കയറാൻ പറ്റുന്നില്ലേ? ആ ഓ, പറ്റി. ഓക്കെ. ഇത് അവൾ റേസിസ്റ്റ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് വലിക്കാത്ത ബാക്കി ആ മാറ്റേ സ്റ്റാർട്ട്. സ്റ്റാർട്ടോ? ഒരു സ്റ്റാർട്ട്. ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ടു തെലുങ്കു. ഹായ് പേരെന്തരാ? ആയിരോ എന്തരായിരുന്നു പേര്? ഐറ. ഐറ അല്ലെങ്കിൽ പേരുണ്ട. ഹായ് ഡിഡ് യു ഈറ്റ് എനി ഫുഡ്? మీరు ఏమైనా తిన్నారా? మీరు ఏమైనా తిన్నారా? పుండి ఐరా Yes, yes, yes. మీరు ఏమైనా తిన్నారా? ഇപ്പഴേ തിന്നാനോ? അതുണ്ടെന്ന് അറിയത്തില്ലേ. നമുക്ക് ക്യാൻ വി ഗോ ആൻഡ് ഈറ്റ് ദോശ? ഡു യു ലൈക്ക് ദോശ? మనం వెళ్ళి దోశ తిందామా? మీకు దోశ అంటే ఇష్టమా? మీకు దోశ అంటే ఇష్టమా? ഐറാ നിങ്ങൾ ഏത് ദോശയാണ് ഉദ്ദേശിക്കുന്നത്? മസാല ദോശ. ഐറാ ഓ ഓ మీ കുടുംബം എല്ലാം ഉണ്ട്. മാ കുടുംബം അതിന് പറ്റുന്ന ഞാനായിരുന്നേ. మీరు ఎలా ఉన్నారు? കുടുംബം എല്ലാം ഉണ്ട്. ఐరా మీరు ఎలా ఉన్నారు? ഇന്നറോ నేను బాగున్నాను. మనం వెళ్ళి దోశ తిన్నారా? ఎక్కడికి వెళ్ళి దోశ తిన్నారా? ఎവിടെ పోయి దోశ తిన్నారా? 9077 మనం వెళ్ళి దోశ తిన్నామా? 975. ഓ ഞങ്ങള് പോയിട്ട് ദോശ കഴിക്കുക അതാണ് അതല്ലേ പറഞ്ഞേ? ഐറാ യെസ് യെസ് പറയൂ. മസാല ദോശ തിന്നാറാ? ഗീ റോസ്റ്റ് മസാല ദോശ 9075 ആണ്. 9075. ഇവിടെ എത്തി നമ്മളെത്തി. ഇതാണ് 907. എന്ത് ഏടാ നിന്റെ ദോശ? ഇതിനപ്പുറയാണോ പോണ്ടേ? ഇറങ്ങണോ? അപ്പുറത്ത് അപ്പുറത്തെ സൈഡ് അത് മതിലടിപ്പാനോ? ഓടിപ്പോ അങ്ങോട്ടാ. We reached the restaurant, Kabib. Okay. അല്ല ഒന്ന് സ്പീഡിനാ. മേരി കളി വടു ഏത് ഫാസിതേ മലയാളം തന്നെ എനിക്ക് കളിക്കാൻ ആളിയെ ജോക്കി. നേരെ കൊച്ചിന്റെ അടുത്ത് എന്നിട്ട് ബോഞ്ചേ സാറാന്ന് നോക്കി. ബോഞ്ചേ സാറാ ఐరా yes പറയൂ. భోంచేశారా? చేశాను ఇప్పుడే తిన్నాను కదా. ഇങ്ങോട്ടോ ഞാൻ തിന്നാരി ഉച്ച ചേപ്പണ്ടി. എനിക്ക് തെലുങ്കൊക്കെ അറിയാം. പിന്നെ ഞാൻ തിന്നാരി ഉച്ച ദേശപടി. എന്ത്? ഞാൻ തിന്നാരി ഉച്ച ദേശപടി. ഉച്ചയ്ക്ക് അത് പട്ടി ഇറച്ചി തിന്നെന്ന് പറഞ്ഞ ബോഞ്ചേ സാറാ? അത് ഞാൻ ചോദിച്ചാ അത് വിടായിരാ കുഴപ്പമില്ല. കുഴപ്പമില്ല മലയാളത്തിൽ സംസാരിക്കാം എനിക്ക് മനസ്സിലാവും. നമുക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന ഭയങ്കര ഇഷ്ടം. മനസ്സിലായില്ല അപ്പൊ കുറച്ചും കൂടെ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാലോ. എന്നെ തെലുങ്ക് പഠിപ്പിച്ചു തരാന്ന് ഇറ പറഞ്ഞല്ലേ? ഇറ കൊറേ കാലമായിട്ട് വിചാരിക്കുവാണേ. ബാല എന്നെ താരം തെലുങ്ക് പഠിപ്പിച്ചു തരാന്നോ? എന്നെ ഒന്ന് പഠിപ്പിച്ചതാ. എന്നാ പൈത്തൻ പഠിക്കോ. പതുക്കെ ഇൻവൈറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും എത്തിയാ? അതൊക്കെ ഇനി എഴഞ്ഞു വരുമ്പോ എത്ര നേരം. അളി ഇപ്പോഴത്തെ വൈറൽ ദോശ കളിയാ.
പുതിയ ഫ്ലേവറാ. വൈറൽ ദോശ. അലീനയുടെ വാള്. ഞാൻ അതാണ് ഫ്ലേവർ. ഒട്ടും ചേരുന്നില്ല കേട്ടോ. അളി ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു പെണ്ണാ പറഞ്ഞില്ലേ സോയാബീൻ. ആ അത് ശരിയാ കേട്ടോ. മറ്റേ പിറകെ കണ്ടില്ലേ സോയാബീൻ. ആ വൃത്തിയായിട്ട് പറിക്കാൻ നല്ലതാണ്. എടാ, graphics. പൊതിച്ചോറ് ഒന്നും അത് നീകനല്ലേ അത്? അത് നീകൻ ജോലിക്ക് കയറി. അല്ല ഇവിടെ എന്താ പരിപാടി? എടാ കുറച്ച് പയ്യെ പോടാ. ആക്കണമെന്ന് കാണിക്കല്ലേ നീ. What's happening here? വെൽക്കം വെൽക്കം വെൽക്കം. ഇത് നമ്മുടെ തട്ടുദോശ, മസാല ദോശ, നെയ്റോസ്, ചായ, വട, കാപ്പി എല്ലാം ഉണ്ട്. ഇതാണോ വാട്ടണ്ണൻ നേരത്തെ പറഞ്ഞ ദോശ? അതെ ദോശക്കട പുതിയ ദോശ. ബാല ഇങ്ങോട്ട് വന്നേ. പുതിയ ബിസിനസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, മനസ്സിലായില്ലേ? സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ ഉണ്ട്. ദോശ ഉണ്ടാക്കിക്കോ, പക്ഷെ കഞ്ഞി പാറ്റിയിടല്ലേ. അല്ലല്ല ബാല, നീ ആയോണ്ട് ആർത്തും പറയില്ലേ, നീ കഴിക്കണ്ട ദോശ കേട്ടാ. ആണോ? പ്രശ്നമാണോ എന്തെങ്കിലും? അതെ, പുതിയൊരു ഫ്ലേവർ. എന്ത് ഫ്ലേവർ എന്നറിയോ? എന്താ? അലീനയുടെ വാള്. ദോശ ഉണ്ടാക്കിയോണ്ട് വിൽക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കിയപ്പോഴേ വാള് വെച്ച് അത് ഒരു തുള്ളി അങ്ങോട്ട് വീണ്. എനിക്ക് 1 കോടി തന്നിട്ട് പറഞ്ഞു ഇത് വിറ്റെടുക്കണമെങ്കിൽ 1 കോടി കൂടെ തരാന്ന്. നീ കഴിക്കണ്ട. ഇല്ല, ഞാൻ കഴിക്കും. അത് നോക്കാൻ പോലും നിക്കത്തില്ലല്ലോ ഞാൻ. ഒന്നും പറയില്ല. ഒന്നും പറയത്തില്ല. അല്ല, സ്പെഷ്യൽ ദോശ എന്തോണ്ടെന്ന് പറഞ്ഞു? കാര്യം പറയട്ടെ മുണ്ടി, ഈ ചെറുക്കൻ നല്ല ഭാവിയുണ്ട് കേട്ടോ. മരം കുത്തിയാണോ നീ? സൂര്യ അണ്ണൂന് സ്പെഷ്യൽ ഫ്ലേവർ. അണ്ണൂന് സ്പെഷ്യൽ ഫ്ലേവറാ. ഗണപതി ഇല്ലയോടാ ഇത്? എന്താണ്? നീ കടിച്ചു പോയി. ദോശ എന്താണ് അലീന? തട്ടുകട വല്ലതും തുടങ്ങാനാണോ? അല്ല, അത് ഇവന് കഴിവുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്തായാലും ആദ്യത്തെ ദോശ വാറ്റാണ് ടേസ്റ്റ് ചെയ്യും. നേരത്തെ വണ്ടി ഇരുന്ന് ദോശയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ? അല്ലല്ല, നമ്മുടെ ഗോഡ് ഫാദർ അണ്ണു ആണേ. ഗോഡ് ഫാദർ അണ്ണു കഴിക്കാണ്ട് നമ്മള് തൊടത്തില്ല. ജോക്കി ഇങ്ങോന്നേ ജോക്കി അണ്ണു പോയി. എടോ ഞാൻ വെറുതെ കള്ളത്തരം പറയൂടൂ. ഗോഡ് ഫാദർ ഇല്ലയോ? അല്ല ഇത് വന്നതും പോയതും എല്ലാം പെട്ടെന്നായി പോയി. ജോക്കി അതൊക്കെയാണ് മെയിനാണ്. ഈ ഫോട്ടോ നോക്കി ജോക്കി. ഇതാണ് മെയിൻ. താഴെ ഇതോ ഫങ്കാൻസോളോ? അല്ല, ഫോട്ടോ ഉണ്ടല്ലേ മെന്നി. ഓ അതായിരുന്നല്ലേ. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോട്ടെ. നമുക്ക് പിടിച്ചിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോണവർക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോട്ടെ. അവരെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഇതാവുന്ന എന്തിനാ, ബേജാറാവുന്ന എന്തിനാ? ഇതിപ്പോ പെട്ടെന്ന് വന്നു പോയി. അതില് ഇത് വല്ല പണ്ടോട്ടേ ഉള്ളവരല്ലല്ലോ ഇപ്പൊ പോയത്. റീസൺ എന്താന്ന് വെച്ചാ ഇതുവരെ നമ്മൾ അറിയുന്ന ഒരു റീസണിന്റെ അകത്ത് നടന്നിട്ടില്ല. അപ്പോ പുള്ളിക്ക് പോണം തോന്നിക്കാണും, പോയി. അതിൽ നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ കിടന്ന് അടിപൊളിയായിട്ട് കാര്യമില്ല.
അലീന ഇങ്ങോട്ട് ഒന്നാണ് കൊടുത്താ അന്നിന് കൊടുത്താ കഴിച്ച അണ്ണു ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മസാല എങ്ങനെ ഉണ്ടായിരുന്നു? മസാല കുറച്ച് പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ മസാല ആയിരുന്നു അത്. ഞാൻ കുറച്ച് അപ്പം ജോണിമാമ കഴിച്ചോ? ഞാനേ മറ്റേ നിങ്ങള് കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അയ്യോ അണ്ണു 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 എന്തിറ്റി? ബോധം പോയോ? ഓ കഴിച്ചിട്ട് ബോധം പോയതല്ലടോ, പെട്ടെന്ന് ഇത്ര എരിവുള്ള ദോശ കഴിച്ചപ്പോഴേ അസിഡിറ്റി ഒന്നും കഴിക്കാതെ കഴിച്ചപ്പോഴേ അതാണ് കമിഴ്ന്നെടുക്കണേ. നീ ആ ചെറുക്കനെ കൊണ്ട് ദോശ ഉണ്ടാക്കി. അല്ല എനിക്കൊരു കുറ്റസമ്മതം നടത്തണം. കഥ കുറ്റസമ്മതം ഇല്ല എന്റെ പൊന്നു മോളെ, ഒന്ന് വെളി ഇറങ്ങി നിക്കാവോ? അല്ല ജോണി പാപ്പ എന്തോ ബാല എല്ലാരും എനിക്കൊരു കുറ്റസമ്മതം നടത്തണം. ജോക്കി എന്തായിരുന്നു? നമ്മൾ സത്യം പറഞ്ഞ ഒരു ബിസിനസ് ഇടാൻ വന്നതാ, ദോശ ബിസിനസ്. അതിന് നല്ല ഒരു 50 ലക്ഷത്തോളം കൊടുത്താണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചത്. കുക്ക് ചെയ്തോണ്ടിരുന്നപ്പം പെട്ടെന്ന് അലീനയ്ക്ക് വാള് വെക്കേണ്ടി വന്നു. അങ്ങനെ വാഷ് ബേസിനും വാള് വെച്ച് അത് വാഷ് ബേസിന് തെറിച്ച് നമ്മുടെ ജോണി അതാണോ ചമ്മന്തിയായിട്ട് വന്നേന്ന്? ജോണിയാമ അത് തമാശ അല്ല, അത് സത്യ. അവളുടെ ജോണി ഞാൻ കാര്യം പറയട്ടെ, ഞാൻ സാമ്പാർ കഴിച്ചേ. ജോണിയാമ അതിനെ കറങ്ങിയ ഛർദിച്ച്. എന്നിട്ട് ചമ്മന്തി അല്ല ചമ്മന്തി അലീനെ ഛർദിച്ചു. അലീനെ ഛർദിക്കുന്നതിന് എന്തിനാണ് ഇപ്പൊ പ്രശ്നം? അത് സാമ്പാറിലും എല്ലാത്തിലും വീണ് ദോശയിലും. വേറൊരു കാര്യമുണ്ട് മറ്റേ ജോക്കി, ജോസ് പ്രകാശിന്റെ ഇതുകൊണ്ട് കുക്കിട്ടേക്കുന്നുണ്ടോ? അതങ്ങോട്ടല്ലേ മോനെ ഞാനൊന്ന് കമന്ന് കടന്നു കേടാ. പിന്നെ അങ്ങേർക്ക് ബുദ്ധി വിദ്യാഭ്യാസം ഒന്നുമില്ല പറഞ്ഞു. ജോണി എന്റെ സമയം പോയി. അങ്ങേർക്ക് മനസ്സിലൊന്നും ആയില്ല, എന്ത് ചെയ്യേ? അല്ല അലീന ഇത് അത് തന്നെ നാണിക്കുന്നേ. ജോക്കി എനിക്കൊരു കാര്യം പറയട്ടെ ജോക്കി, എടോ ഒന്ന് തടവി കൊടുക്കണോ വൃദ്ധ?